കൈമാസിൻ്റെ ഒരു ജേണി ഈ ഒരു ലെവലിൽ വരെ എത്തി. ഇനിയിപ്പോൾ എന്തായാലും ഫ്രാഞ്ചൈസി ലെവലിലേക്ക് നമുക്ക് ഗ്രോ ചെയ്യാൻ നോക്കുകയാണ്. ആ ലെവലിലേക്ക് നോക്കുമ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു എന്താ പറയുക, ഒരു മെയിൻ ചോദ്യം ഉണ്ടാവും. ബ്രാൻഡിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് വരുന്നത്, ബ്രാൻഡിൻ്റെ ഒരു വിഷൻ എന്തൊക്കെയാണ്, നെക്സ്റ്റ് ഏതൊക്കെ ലെവലിലേക്ക് എത്താൻ. കാരണം അതിൻ്റെ പാർട്ടായിട്ടാണ് അവർ നിൽക്കുന്നത്. അവരാണ് നമ്മൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും, അവർ അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരുമാണ്. അപ്പം നമുക്ക് അവരുടെയൊക്കെ പറയാൻ നമ്മളൊരു വിഷൻ എന്തായിരിക്കും എന്നുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ ചോദിച്ചാൽ എന്ത് നമുക്ക് പറയാൻ പറ്റുക? തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമില്ലാത്ത ഒരു സ്ഥാപനത്തിലേക്ക് ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ബോർഡില്ലാത്ത വണ്ടിയിൽ ആരും കയറാറില്ല. അപ്പോൾ കാരണം അതിനൊരു ലക്ഷ്യമില്ല, അതുകൊണ്ട് അതിനകത്ത് ആരും കയറാറില്ല. അതിലാരെങ്കിലും കയറി യാത്ര ചെയ്താൽ അയാളെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? ലക്ഷ്യമില്ലാത്ത ആളെന്നേ പറയാൻ പറ്റും. എന്തായാലും കൈമാസ് 2019 ആരംഭിച്ചപ്പോൾ തന്നെ ഇത് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെ വേർഡ് മാർക്കും ട്രേഡ് മാർക്കും ചെയ്തതാണ് കൈമാസ്. എനിക്കറിയില്ല ഇത് ഭാവിയിൽ ഞാൻ റെസ്റ്റോറൻറ്റ് ഒന്നിടും രണ്ടിടും ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനൊരു ഇത് നന്നായിട്ട് പോവുകയാണെങ്കിൽ ഇതിനെ ഒരു ബ്രാൻഡായിട്ട് കൊണ്ടുപോകണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ തന്നെ ഇത് വേർഡ് മാർക്കും ട്രേഡ് മാർക്കും ചെയ്തു വെച്ചു. അപ്പം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2035 ആകുമ്പോഴത്തേക്ക് ഒരു 50 ഔട്ട്ലെറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഞാനിപ്പോൾ തന്നെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ അത് ഒപ്റ്റിമൈസേഷൻ ചെയ്ത് ഓരോ താഴെത്തട്ടിലുള്ള ഓരോ കാര്യങ്ങളും ഒപ്റ്റിമൈസേഷൻ ചെയ്ത് ഓരോ ഏരിയയിലെയും ഓരോ പ്രോബ്ലം ഉണ്ടാകുന്നതിനെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സിസ്റ്റവും ഉണ്ടായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഓരോരോ പ്രോബ്ലം വരും, അതിനെ നമ്മൾ സോൾവ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് 100% സിസ്റ്റമുള്ള ഒരു കമ്പനി എവിടെ ഉണ്ടാവില്ല. ഒരു 80% സിസ്റ്റം ആയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് വിജയിക്കും. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോരോ സിസ്റ്റം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഇനി ഫ്രാഞ്ചൈസി തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആര് ഫ്രാഞ്ചൈസി തുടങ്ങുകയാണെങ്കിലും നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാതെ അതിലേക്ക് ചാടിയാൽ അത് പരാജയത്തിൽ വരാനാണ് സാധ്യത. അതുകൊണ്ട് ആ ഒരു വിഷനാണ് നമുക്കുള്ളത്. അതുവഴിയായി ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. ധാരാളം പേരെ അവരുടെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ബിസിനസ് നടക്കുമ്പോൾ അവർക്ക് പേഴ്സണലായിട്ടുണ്ടാകുന്ന പല കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പറ്റും.